ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് വീണ്ടും കുട്ടികളെല്ലാം 12 ദിവസത്തെ ലീവിന് ശേഷം ബാക്ക് ടു സ്കൂളിലേക്കാണ്. അപ്പോൾ എന്താ പറയുക, രാവിലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പിന്നെ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ തലേന്നത്തെ മാവ്, അത് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതും കടലക്കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് വെച്ചത്. അപ്പം വെളിയിൽ അടുപ്പിൽ സ്കൂളിൽ പോണ്ടേ? വെളിയിലെ അടുപ്പിൽ നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര തണുപ്പാണ്. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പൈപ്പിൽ നമ്മൾ നല്ല തണുത്ത വെള്ളമാണ് ഇട്ട് വരുന്നത്. അപ്പോൾ അത് തണുത്ത വെള്ളത്തിൽ കുളിക്കേണ്ടെന്ന് വെച്ചിട്ട് വെളിയിൽ വെള്ളം ചൂടാക്കുകയാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് റൈസ് വെക്കണം കേട്ടോ. ടൊമാറ്റോ റൈസ് വെക്കുകയാണ്. അപ്പോൾ നോർമലി ചോറും കറിയൊക്കെ കൊടുത്തു വിടുമ്പോൾ അതേപോലെ തിരിച്ചു കൊണ്ടുവരാണ് പതിവ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി റൈസുകളൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങ് കഴിച്ചോളും. ടൊമാറ്റോ റൈസ് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, കടലക്കറിയൊക്കെ റെഡിയായി. അപ്പോൾ കുട്ടികളെല്ലാം കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്ന് വെള്ളം കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഇളയവനെ മാത്രമേ ഉള്ളൂ ഞാനിതുപോലെ എഴുന്നേൽപ്പിച്ചിട്ട് അവനെ ബ്രഷ് ചെയ്യിപ്പിച്ച് കുളിപ്പിക്കേണ്ടതൊക്കെ ആവശ്യം. അല്ല, മൂത്തവനെല്ലാം തനിയെ റെഡി ആയിക്കോളും. പിന്നെ ഇവരെല്ലാം കഴിഞ്ഞിട്ട് മോളെ അംഗൻവാടിയിൽ വിടണം. അപ്പം അതിന് നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മോളെയും പിന്നെ കുളിപ്പിച്ച് അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അംഗൻവാടി കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ കഴിക്കുകയാണ്. പിന്നെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഞാൻ അയൺ ചെയ്തായിരുന്നു ഓൾറെഡി. പിന്നെ ഇത്രയും ദിവസം അലമാരിലായതുകൊണ്ട് കുട്ടികളെല്ലാം വലിച്ചു വാരിയൊക്കെ ഇട്ട് അങ്ങനെ ഇതായതാണ് കേട്ടോ. പിന്നെ ഞാനങ്ങനെ അയൺ ചെയ്തു. പിന്നെ ഇളയവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇളയവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. മൂത്ത ആൾ തനിയെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചേച്ചിയുടെ മോളാണ് കേട്ടോ അത്. അപ്പോൾ അവൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണ് ആദ്യമേ ബസ് വരിക, നമ്മുടെ സ്കൂൾ ബസ് വരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് വരിക കേട്ടോ. പിന്നെ അവരുടെ ലഞ്ചൊക്കെ ഞാൻ ഇതുപോലെ കർച്ചീഫിൽ പിന്നെ പാക്ക് ചെയ്ത് പൊതിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ അവരെ കൊണ്ടാക്കാൻ വന്നപ്പോൾ അവരുടെ ഷൂവിൽ എന്തോ പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാനൊന്ന് തുടച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസും മാങ്ങാച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ തുണി കൊണ്ട് വരുന്ന ഒരു അണ്ണനുണ്ട് കേട്ടോ. അപ്പോൾ അണ്ണൻ പുള്ളിയാണെങ്കിൽ പപ്പടവും കച്ചവടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ വരും. അങ്ങനെ നമ്മൾ പപ്പടമൊക്കെ വാങ്ങിച്ചിട്ട് കുട്ടികൾ പോകാൻ താഴെ ഇറങ്ങിയെങ്കിലും അവർക്ക് അമ്മയാണെങ്കിൽ അത് വറുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവർക്കും ഈ 2 പപ്പടമൊക്കെ അവരുടെ റൈസിൽ വെച്ച് കൊടുത്തു. അങ്ങനെ പിള്ളേരെല്ലാവരും പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് കുറച്ച് നേരം തുണിയൊക്കെ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ. നല്ല നൈറ്റുകളും ഫ്രോക്ക് നൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം തുണിയൊക്കെ നോക്കിയിട്ട്, അപ്പോൾ നമ്മുടെ മാമൻ എന്നും രാവിലെ വരുന്നതാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വന്നതാണ്. കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ അവന്മാരും പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളത്തെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡെയിലി